رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابض يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا محسي يا مبدئ يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا أحد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا ظاهر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع يا غني يا مغني يا مانع يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور جل جلاله റബ്ബിന്റെ നാമങ്ങളാണ് 99 നാമങ്ങൾ. ഇത് വെച്ച് ദുആ ചെയ്താൽ ഇജാബത്ത് ഉറപ്പാണ്. ഇതൊരു മനുഷ്യൻ പറഞ്ഞിട്ട് ഒരു വ്യക്തി ദുആ ചെയ്താൽ അവന് ഇജാബത്ത് ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ ഖുർആൻ തന്നെ പറഞ്ഞത് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ പടച്ചറപ്പിന് നാമങ്ങളുണ്ട്, വിശേഷണമാകുന്ന നാമങ്ങളുണ്ട്. ഫദ്ഉഹു ബിഹാ. അല്ലയോ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, നിങ്ങൾ അതുകൊണ്ട് പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ 99 നാമങ്ങൾ. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ശ്രദ്ധിക്ക്, നല്ലതുപോലെ ശ്രദ്ധിക്ക്. ഈ ലോകത്തിന്റെ അഖില ലോകങ്ങളെയും പടച്ചതാകുന്ന, ഈ ബ്രഹ്മാണ്ടങ്ങളെ മുഴുവനും പടച്ചതാകുന്ന പടച്ചറബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ പരിചയപ്പെടുത്താൻ ഈ 99 നാമങ്ങളിൽ നിന്നും റബ്ബ് തിരഞ്ഞെടുത്തത് അർ റഹ്മാൻ അർ റഹീം എന്നുള്ള പദമാണ്. വളരെ ശ്രദ്ധിക്ക്, അർ റഹ്മാൻ അർ റഹീം. അതാണ് പരിശുദ്ധ ഖുർആനിൽ 114 സൂക്തങ്ങളിലൂടെയും 113 സൂക്തത്തിന്റെയും തുടക്കത്തിൽ അല്ലാഹു കൊടുത്തത് ബിസ്മില്ലാഹിർ റഹ്മാൻ അത് നമ്മൾ പല രീതിയിലുള്ള അർത്ഥങ്ങൾ പറയുന്നുണ്ട്. ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവനായ റഹ്മാനായ റബ്ബ്. റഹ്മാന്റെ അർത്ഥം അങ്ങനെ. അതല്ല അർ റഹീം, ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം നാളെ പാരത്രിക ലോകത്ത് പ്രത്യേകം ഗുണം ചെയ്യുന്ന പടച്ച റബ്ബിന്റെ നാമത്തിൽ. അപ്പൊ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റഹ്മാൻ റഹീം ഏകദേശം പരസ്പര പൂരകങ്ങളാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല അതിന്റെ അർത്ഥതലങ്ങളിൽ. പിന്നെ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാൻ എന്ന് പ്രയോഗിച്ചിട്ട് വീണ്ടും റഹീം എന്ന് തന്നെ പറഞ്ഞത്? 99 നാമങ്ങളിൽ ഒന്ന് മാറ്റി പിടിക്കാൻ മേലായിരുന്നോ? അൽ മലിക്കുർ റഹീം, അൽ ജബ്ബാർ, അൽ റഹീം എന്ന് അല്ലാഹുവിന് പറഞ്ഞൂടെ? അല്ലെങ്കിൽ അർ റഹ്മാനുൽ ജബ്ബാർ എന്ന് പറഞ്ഞൂടെ അല്ലാഹുവിന്? പക്ഷെ അല്ലാഹു പറഞ്ഞില്ല. അല്ലാഹു എന്ന് പരിചയപ്പെടുത്തി, ഈ ലോകത്ത് കാരുണ്യത്തിന്റെ മതമാണ് പരിശുദ്ധ ഇസ്ലാം എന്നതിനെ കുറിക്കുന്ന പദമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 114 സൂക്തങ്ങളുടെയും 113 സൂക്തങ്ങളുടെ തുടക്കത്തിലും അല്ലാഹു രേഖപ്പെടുത്തിയത്. സൂറത്ത് തൗബ ഒഴികെ അതിൽ ബിസ്മില്ല. അതല്ലാത്ത ബാക്കിയുള്ള എല്ലാ സൂക്തങ്ങളും അല്ലാഹു തുടങ്ങുന്നത് എങ്ങനെയാണ്? ബിസ്മില്ലാഹി അർ റഹ്മാനി അർ റഹീം. കാരണം അല്ലാഹു കാരുണ്യമാണ്. ഒരു ഫാസിസമല്ല, ഒരു തീവ്രവാദമല്ല, ഒരു ഭീകരവാദമല്ല പരിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും ഒത്തൊരുമയോടുകൂടി കാരുണ്യം ഈ ലോകത്ത് എന്നെന്നും നിലനിൽക്കണമെന്ന് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം നിയമമാക്കുകയാണ്. ഇസ്ലാമിന്റെ നിയമപുസ്തകമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അവതരിക്കപ്പെട്ടതോ ആരിലേക്ക്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്. ആ പ്രവാചകനെ കുറിച്ച് എന്താ ഖുർആൻ പറഞ്ഞത്? ഇവിടെ ശ്രദ്ധിക്കും. അപ്പൊ അല്ലാഹുവിനെ നമുക്ക് മനസ്സിലായി, അല്ലാഹു ആരാണ്? റഹ്മാനും റഹീമുമാണ്. അതുകൊണ്ടാണല്ലോ ലമ്മാ ഖലഖല്ലാഹു തആല അൽ ഖലായിഖ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ പടച്ചതിന് ശേഷം കതബ ഫിൽ ലൗഹിൽ മഹ്ഫൂദ്, ലൗഹുൽ മഹ്ഫൂദിൽ അവൻ രേഖപ്പെടുത്തിയത്രേ. അല്ലാഹു മലക്കുകൾ മുഖേന ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയത്രേ. ഇന്ന റഹ്മതി തഗ്ലിബു ഗളബി
എന്റെ കാരുണ്യം എന്റെ കോപത്തെ മികക്കുന്നതാണ് കേട്ടോ. എന്റെ കാരുണ്യം റബ്ബ് പറയാണ്, എന്റെ കാരുണ്യം തഗ്ലിബു ഗളബി, എന്റെ കോപത്തെക്കാൾ മികക്കുന്നത് ഏതാണ്? മികച്ചു നിൽക്കും, എപ്പോഴും മുൻപന്തിൽ നിൽക്കും ഏത്? എന്റെ റഹ്മത്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എവിടെ? ലൗഹുൽ മഹ്ഫൂദിൽ. സൃഷ്ടികളെ പടച്ചിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പിന്നെ ചെയ്തതാണ്, എന്ത് ചെയ്തു? ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്താൻ പറഞ്ഞു, എന്ത്? ഇന്ന റഹ്മത്തി തഗ്ലിബു ഗളബി. ഈ വാക്ക് അവിടെ ഉണ്ട്. എന്താണത്? അതിന്റെ അർത്ഥം എന്താണ്? എന്റെ കോപത്തെക്കാൾ മികക്കും എന്റെ കാരുണ്യം. ആര് പറയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല വിഭാവനം ചെയ്യുന്നത് എന്താണ്? കാരുണ്യമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ, അല്ലെ, സൂറത്തുൽ ഫാത്തിഹ, ശാഫി മദ്ഹബുകാരാണ് നമ്മളിൽ അധികവും. മല്ലം യഖറഅ ബി ഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ സൂറത്ത് ഒരു വ്യക്തി ഓതിയിട്ടില്ല എങ്കിൽ, റക്അത്തുകൾ ഓതിയിട്ടില്ല എങ്കിൽ, ലം യഖബൽ മിൻഹു സ്വലാത്ത, അവന്റെ നമസ്കാരത്തെ അല്ലാഹു സ്വീകരിക്കില്ല. അപ്പൊ എല്ലാ റക്അത്തിലും തറാവീഹ് ആണെങ്കിൽ പോലും ഇമാം ഓതുന്നത് കേട്ടാൽ മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യണം? മൗമുമീങ്ങൾ ഫാത്തിഹ ഓതാം. ഫാത്തിഹ നിർബന്ധമാണ്. നമ്മൾ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. സഹോദരിമാര് ശ്രദ്ധിക്കട്ടെ, ഫാത്തിഹ നമ്മൾ ഓതണം. ഫാത്തിഹ സൂറത്ത് ഓതാതെ നമ്മൾ നിസ്കരിക്കുന്നുണ്ട് എങ്കിൽ ആ റക്അത്തിനെ ഗണിക്കപ്പെടുകയില്ല ശാഫി മദ്ഹബ് പ്രകാരം. അതുകൊണ്ട് തന്നെ എല്ലാ റക്അത്തുകളും നമ്മൾ ഫാത്തിഹ ഓതുന്നു. ഒരു ദിവസം 5 വഖത്ത് നമസ്കാരമുണ്ട്, അഥവാ 17 റക്അത്തുകളാണ് 5 വഖത്ത് നമസ്കാരത്തിൽ. ശ്രദ്ധിക്കണേ, ഞാൻ ഈ പറയുന്നത് പോയിന്റ് മാത്രം പറഞ്ഞു പോവാൻ, വളരെ ശ്രദ്ധിക്കണം. 17 റക്അത്തുകളാണ് 5 വഖത്തിലൂടെ. ഈ 17 റക്അത്തിൽ ഫാത്തിഹ സൂറത്തിൽ അല്ലാഹുവിന്റെ റഹ്മാൻ റഹീം എന്നുള്ള കരുണയുടെ, അല്ലാഹു കരുണയാണ്, കാരുണ്യവാനാണ് എന്നുള്ള പദം ഒരു ഫാത്തിഹയിൽ ആവർത്തിക്കുന്നത് 4 പ്രാവശ്യം. അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. അല്ലേ? അപ്പൊ എത്ര പ്രാവശ്യമുണ്ട് ഫാത്തിഹയിൽ ആവർത്തിക്കുന്നുണ്ട്? 4 പ്രാവശ്യമുണ്ട്. ശ്രദ്ധിച്ചേങ്ങൾ. ഒന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മിൽ അർറഹ്മാൻ അർറഹീം. പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വീണ്ടും പറയുന്നു അർറഹ്മാനി അർറഹീം. വീണ്ടും ആവർത്തനം. ഖുർആനിൽ ആവർത്തനം ഇല്ല, പക്ഷെ എന്താണിത്? റബ്ബ് കാരുണ്യമാണെന്നുള്ളത് ജനങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കുക. അപ്പൊ ഒരു ഫാത്തിഹ ഓതിയപ്പോ തന്നെ എത്ര അർറഹ്മാൻ റഹീം കരുണയുടെ പദം നമ്മൾ ഉച്ചരിച്ചു കഴിഞ്ഞു? 4 വട്ടം ഉച്ചരിച്ച്. ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? 4 പ്രാവശ്യം നമ്മൾ ഉച്ചരിച്ചു. 17 റക്അത്ത് കഴിയുമ്പോഴത്തേക്കും 68 പ്രാവശ്യം അവൻ പറയുന്നുണ്ട്. ഒരു ദിവസം തന്നെ എത്ര പ്രാവശ്യം പറയുന്നുണ്ട്? അല്ലാഹു റഹ്മാനാണ് റഹീമാണ്. എത്ര വട്ടം പറയുന്നുണ്ട്? 17 റക്അത്തിലൂടെ അവൻ എത്ര പ്രാവശ്യം പറയുന്നു? 68 പ്രാവശ്യം പറയുന്നു. മനസ്സിലായി? ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഡെയിലി അല്ലാഹു കാരുണ്യവാനാണ്, കരുണയാണെന്ന് 68 പ്രാവശ്യം അവൻ പറയുന്നുണ്ട്. വേറൊരു പദവും, അല്ലാഹുവിന്റെ ഒരു വിശേഷത്തിന്റെ പദവും അത്രത്തോളം ഡെയിലി അവൻ ഇബാദത്തിൽ കൊണ്ടുവരാൻ നിർബന്ധമില്ല. വളരെ ശ്രദ്ധിക്കണം ഞാൻ ഈ പറയും. അപ്പൊ 68 പ്രാവശ്യം ഒരു മുഅ്മിനാകുന്ന മനുഷ്യൻ, ഒരു മുഅ്മിനത്താകുന്ന സഹോദരി അവരുടെ ഇബാദത്തുകളിൽ കൃത്യമായി കൊണ്ടുവരികയാണ്. റഹ്മാൻ റഹീം, അല്ലാഹു കരുണയാണ്, അല്ലാഹു കാരുണ്യവാൻ, കരുണാമയനാണ്. അല്ലേ? ഈ ഖുർആൻ ആരിലേക്കാണ് ഇറക്കപ്പെട്ടത്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്. ആ പ്രവാചകനെ എങ്ങനെയാണ് അല്ലാഹു ഖുർആനിൽ പരിചയപ്പെടുത്തിയത്? അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അല്ലയോ നബിയേ, ലോകർക്ക് മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ തങ്ങളെ നാം നിയോഗിച്ചിട്ടില്ല. അല്ലാഹു എങ്ങനെ പരിചയപ്പെടുത്തിയത്? റഹ്മത്തുൽ ലിൽ ആലമീൻ, റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും കാരുണ്യം, ലോകർക്ക് മുഴുവൻ കാരുണ്യം. കാരണം എന്താണ്? അഷ്റഫുൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് സൃഷ്ടികൾ
ഏറ്റവും അത്യുത്തമർ. ആ പ്രവാചകൻ കടന്നു വരുമ്പോ മറ്റുള്ള പ്രവാചകന്മാരെക്കാൾ കൂടുതൽ പദവികളും ശ്രേഷ്ഠതകളുമുള്ള ഇദ്ദേഹം ലോകർക്ക് മുഴുവനും കാരുണ്യമായിട്ടാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും കാരുണ്യമാണ്. അപ്പൊ അള്ളാഹു കരുണാമയനാണ്. തീർന്നില്ല, അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ലോകത്തിന് മുഴുവനും കാരുണ്യമാണ്. വിശുദ്ധ ഖുർആൻ ഞാൻ ഓതുന്നതൊക്കെ ഖുർആനാണ്. വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ അല്ലേ. റഹ്മത്തുൽ ലിൽ ആലമീൻ ഖുർആനാണ് നമ്മളിലേക്ക് ഇറങ്ങിയത്. ഖുർആനെ സംബന്ധിച്ച് എന്താ അല്ലാഹു പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്. എന്താ ഖുർആൻ? വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. പരിശുദ്ധ ഖുർആൻ, ഖുർആനിനെ കുറിച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വനുനസ്സിലു മിനൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിൽ നാം നിങ്ങൾക്ക് ഇറക്കി തരുന്നത് മാ ഹുവ ശിഫാഉൻ, അത് നിങ്ങളുടെ രോഗങ്ങൾക്ക് ശമനമാണ്, ശമനമാ. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, നിങ്ങൾക്ക് ഖുർആൻ കാരുണ്യമാണ് നൽകുന്നത്, കാരുണ്യമാണ് പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു തന്നെ പറയാൻ, ഖുർആൻ നിങ്ങൾക്ക് ഇറക്കപ്പെട്ടു, അല്ലാഹുവിന്റെ കലാം അല്ലാഹു റസൂലുള്ളാഹിക്ക് നൽകി. അല്ലാഹുവിനെ കുറിച്ച് അല്ലാഹു വിശദീകരിക്കുന്നു റഹ്മാൻ റഹീം. അതേ ഖുർആനിൽ തന്നെ അല്ലാഹു റസൂലിനെ കുറിച്ച് വിശദീകരിക്കുന്നു റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ കാരുണ്യം. അതേ ഖുർആനിനെ കുറിച്ച് തന്നെ അല്ലാഹു പറയുന്നു മാ ഹുവ ശിഫാ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ശ്രദ്ധിച്ചോ? ഇതൊക്കെ ഖുർആൻ കാരുണ്യമാണ്. ഈ ഖുർആൻ നിങ്ങൾക്ക് നൽകുമ്പോ ആ ഖുർആൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കലോ നിങ്ങൾക്ക് കാരുണ്യം ചെയ്യപ്പെടും. പരിശുദ്ധ ഖുർആൻ നിങ്ങൾ കേട്ടാലോ ആ ഖുർആൻ കേൾക്കുന്നതിലൂടെ വഅൻസിതൂ ലഅല്ലകും തുർഹമൂൻ വഇദാ ഖുരിയൽ ഖുർആൻ ഫസ്തമിഊ ലഹു വഅൻസിതൂ ലഅല്ലകും തുർഹമൂൻ. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതുന്നത് നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, വളരെ ശ്രദ്ധ കൊടുക്കണേ, ശ്രദ്ധ കൊടുക്കണേ. ഖുർആനിന്റെ സദസ്സിൽ അലസത പാടില്ല, പാടില്ല. ഫസ്തമിഊ ലഹു, ആ പരിശുദ്ധ ഖുർആൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. വഅൻസിതൂ, നിങ്ങൾ മിണ്ടാതിരിക്കണേ, സംസാരം ഉപേക്ഷിക്കണേ. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ തീർച്ചയായും കാരുണ്യം ചൊരിയപ്പെടും. ലഅല്ല എന്നുള്ള പദം ഖുർആനിൽ പ്രയോഗിക്കുന്നത്, ഇവിടെ ഉസ്താദുമാരുണ്ട്, അവർക്കറിയാം. ലഅല്ല എന്നുള്ള പദം ഖുർആനിലെ പദം എന്ന് പറയുന്നത് അത് ഉറപ്പായിട്ടും ഉണ്ടാകും എന്നതിനെ കുറിക്കുന്നത്, അല്ലാതെ തർജിയല്ല, പ്രതീക്ഷയല്ല. നിങ്ങൾ കാരുണ്യം ചൊരിയപ്പെട്ടേക്കാം എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് ഖുർആനിൽ എന്താണ്? ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ തീർച്ചയായും നിങ്ങൾ കാരുണ്യം നൽകപ്പെടും, നിങ്ങൾ കാരുണ്യം ചൊരിയപ്പെടും. ആര് പറയാൻ? വിശുദ്ധ ഖുർആൻ പറയാൻ. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? മൊത്തത്തിൽ ഒന്നും കൂടി, അള്ളാഹു കരുണയുള്ളവനാണ്, കാരുണ്യവാനാണ്, റഹ്മാനാണ്, റഹീമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന്റെ നെറുകയിലേക്ക് പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയുമായി പറഞ്ഞയച്ചത്. ആ പ്രവാചകനെ കുറിച്ചും അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും കാരുണ്യമാണ്. നൽകപ്പെട്ട വേദഗ്രന്ഥത്തെ കുറിച്ചോ ഖുർആനെ കുറിച്ചോ ഖുർആൻ പറഞ്ഞത് മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അത് കാരുണ്യമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നു, ഈ ഖുർആൻ നിങ്ങൾ കേൾക്കൊണ്ടിരിക്കലോ, ഇത് ഖുർആൻ ഓതപ്പെട്ട വെറുതെ ഒന്ന് കേൾക്കൊണ്ടിരിക്കലോ, ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് കാരുണ്യം നൽകപ്പെടാൻ അത് മതി എന്ന് പരിശുദ്ധ ഖുർആൻ. ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ വാദിന്റെ സദസ്സ് പ്രസക്തമായി. ഖുർആൻ ആയത്താണ് നമ്മൾ കേൾക്കുന്നത്. വാദ് കേട്ടുകൊണ്ടിരിക്കൽ പുണ്യമാണ്.